സുപ്രീം കോടതിക്കെതിരായ ബി.ജെ.പി. എംപിമാരുടെ പ്രസ്താവനകളെ ചൊല്ലി വിവാദം പുകയുന്നു. നിഷികാന്ത് ദുബെയുടെയും ദിനേശ് ശർമ്മയുടെയും പ്രസ്താവനകളെ ബി.ജെ.പി. നേതൃത്വം തള്ളിപ്പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കുമെതിരെ ബി.ജെ.പി. നേതാക്കളായ നിഷികാന്ത് ദുബെ, ദിനേശ് ശർമ്മ എന്നിവർ ഇന്നലെയാണ് പ്രസ്താവനകളുമായി രംഗത്തെത്തിയത്. സുപ്രീം കോടതി എല്ലാ പരിധികളും ലംഘിക്കുന്നുവെന്നും പ്രസിഡന്റിനു വരെ നിർദ്ദേശങ്ങൾ നൽകുന്നുവെന്നും കുറ്റപ്പെടുത്തി. ഇത്തരത്തിലാണ് കോടതിയുടെ പ്രവർത്തനമെങ്കിൽ പിന്നെ എന്തിനാണ് പാർലമെന്റുകളും നിയമസഭകളുമെന്നാണ് നിഷികാന്ത് ദുബെ ചോദിച്ചത്. ബില്ലുകൾ പാസാക്കുന്നതിൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു വിമർശനം. പ്രസ്താവനകൾ വിവാദമായതോടെ ഇരുവരെയും തള്ളി ബി.ജെ.പി. നേതൃത്വം രംഗത്തെത്തി. ഇരുവരുടെയും പരാമർശങ്ങൾ വ്യക്തിപരമെന്നാണ് പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദ അഭിപ്രായപ്പെട്ടത്. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് യോജിപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് ഇരു നേതാക്കൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ബി.ജെ.പി. എന്നും ജുഡീഷ്യറിയെ ബഹുമാനിക്കുകയും അതിൻ്റെ നിർദ്ദേശങ്ങളും വിധികളും പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള എല്ലാ കോടതികളും ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്, ഭരണഘടനയെ താങ്ങി നിർത്തുന്ന ശക്തമായ തൂണുകളാണെന്നും ബി.ജെ.പി. വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ദുബൈക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ബി.ജെ.പിയുടേത് കോടതിക്കെതിരായ കലാപാഹ്വാനമാണെന്ന് എ.എ.പി. ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.